ഹലോ, നമ്മൾ പഠിക്കുന്നത് 10th കേരള ബോർഡിലെ 5th ചാപ്റ്റർ, മാത്സിലെ 5th ചാപ്റ്റർ ടിഗ്നോമെട്രി. ടിഗ്നോമെട്രി എന്ന് പറഞ്ഞത്, ടിഗ്നോമെട്രി ഇസ് ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൈഡ് ആൻഡ് ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സും ആംഗിൾസും തമ്മിലുള്ള റിലേഷനാണ് ടിഗ്നോമെട്രിയിൽ പഠിക്കുന്നത്. അതിൽ സൈഡ്സും ആംഗിൾസും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ദ റേഷ്യോ ഓഫ് ദി സൈഡ്സ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് അക്യൂട്ട് ആംഗിൾ ആർ കാൾഡ് ടിഗ്നോമെട്രിക് റേഷ്യോസ്. ഇപ്പൊ ടിഗ്നോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് ദി സൈഡ്സ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിൾസിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ മറ്റു രണ്ട് ആംഗിൾസ് അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. ആ ആംഗിൾസ് തമ്മിലുള്ള അക്യൂട്ട് ആംഗിൾസ് തമ്മിലുള്ള റേഷ്യോ, റിലേഷൻ, ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വിത്ത് റെസ്പെക്ട് ടു ദ അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ സൈഡുകൾ തമ്മിലുള്ള പ്രൊപ്പോർഷനെയാണ് ടിഗ്നോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ടിഗ്നോമെട്രിക് റേഷ്യോയില് നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു തിയറാണ്, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച തിയറാണ് പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞത്. എന്താ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞത്? In a right angle triangle, the square of the hypotenuse is equal to the sum of the squares of other two sides. പൈതഗോറസ് തിയറം പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഹൈപ്പോതെനിസിന്റെ സ്ക്വയർ. ഹൈപ്പോതെനിസ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്, എല്ലായ്പ്പോഴും 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡിനെയാണ് ഹൈപ്പോതെനിസ് എന്ന് പറയാം. അതിൽ ചേഞ്ച് ചെയ്യൂല. അക്യൂട്ട് ആംഗിൾ നമ്മൾ ബേസ് പെർപെൻഡിക്കുലർ, അതായത് ബേസും ഹൈറ്റും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ എ ബി ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സി ബി എന്ന് പറഞ്ഞത് എന്താണ്, ബി സി എന്ന് പറഞ്ഞത് അതിന്റെ ഹൈറ്റ്, സി ബി ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എ ബി ഹൈറ്റ്, അങ്ങനെ ചേഞ്ച് ചെയ്യാം. പക്ഷെ ഹൈപ്പോത്തനിസ് ചേഞ്ച് ചെയ്യൂല. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡിനെയാണ് ഹൈപ്പോത്തനിസ് എന്ന് പറയാം. അപ്പൊ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഹൈപ്പോത്തനിസിന്റെ സ്ക്വയർ, ഇപ്പൊ ഇവിടെ എ ബി സി എന്നുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഹൈപ്പോത്തനിസ് ഏതാണ്? എ സി. എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് അതർ ടു സൈഡ്സ് എന്ന് പറഞ്ഞാല് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഇതാണ് പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞത്. ഈ തിയറം നമുക്ക് വളരെ കൂടുതൽ ഈ ചാപ്റ്ററിൽ അപ്ലൈ ചെയ്യേണ്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറാണ്. അതേപോലെ വരുന്നതാണ് ഇൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. In a right angle triangle, the angles are in the ratio 45:45:90. ഈ റേഷ്യോയിൽ ആംഗിൾ വരികയാണെങ്കിൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്. അതർ ടു അക്യൂട്ട് ആംഗിൾസ് എന്ന് പറഞ്ഞത് 45:45. അങ്ങനെ വരികയാണെങ്കിൽ, അങ്ങനെ വരുമ്പോൾ നമുക്ക് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും എന്നാണ് കാണേണ്ടത്. ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ആംഗിൾസ് ആർ ഇൻ ദ റേഷ്യോ 45:45:90. ദെൻ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദർ സൈഡ്സ്. സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കുന്നത്? അപ്പൊ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ വരച്ചാല്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി സി. അപ്പൊ ഈ എ ബി സി എന്നുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളില് ബി എന്ന് പറഞ്ഞത് 90 ഡിഗ്രിയും എ എന്നുള്ള ആംഗിളും സി എന്നുള്ള ആംഗിളും 45 ഡിഗ്രി വീതമാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡുകളുടെ തമ്മിലുള്ള പ്രൊപ്പോർഷൻ, സൈഡുകളുടെ റേഷ്യോ എങ്ങനെയായിരിക്കും എന്നാണ് കണ്ടത്. സൈഡുകൾ ഏതൊക്കെയാണ്? എ ബി, ബി സി, എ സി അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ എ ബി എന്നുള്ള സൈഡ് എക്സ് ആയിട്ട് എടുത്താല് ഈ ബി സി എന്നുള്ള സൈഡും എക്സ് തന്നെ ആയിരിക്കും. അതിനെന്താ റീസൺ? ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡുകൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ എ എന്നുള്ള ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് എക്സ് എടുത്താൽ ഈ സി എന്നുള്ള ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തായിരിക്കും? എക്സ് തന്നെ വരിക. കാരണം ഇത് 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ്, ഇതും 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് എ സി എന്ന് പറഞ്ഞത് ഇതെന്താ? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ആകുമ്പോൾ നമുക്ക് ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും എ സിയുടെ ലെങ്ത് കാണാൻ. അപ്പൊ എങ്ങനെയാ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ചെയ്യാം? എ സി സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോത്തനിസ് സ്ക്വയർ ഈക്വൽ ടു സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് അതർ ടു സൈഡ്സ്, ദാറ്റ് ഈസ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. അപ്പൊ എ സി സ്ക്വയർ എന്ന് പറഞ്ഞത് എ ബി സ്ക്വയറും
എക്സ്, എ ബി എക്സ് ആണ്, എ ബി സ്ക്വയർ എക്സ് സ്ക്വയർ, ബി സി എന്ന് പറഞ്ഞത് എക്സ് ആണ്, ബി സി സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ. അപ്പൊ എ സി സ്ക്വയർ എന്ന് പറഞ്ഞത് 2x സ്ക്വയർ എന്ന് വരും. അപ്പൊ എ സി എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 2x സ്ക്വയർ. ഇതില് റൂട്ട് 2ന്റെ റൂട്ട് കറക്റ്റ് ആയിട്ട് നമുക്കറിയില്ല. എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എക്സ് ആണെന്ന് അറിയാം. അപ്പൊ എ സിയുടെ ലെങ്ത് നമുക്ക് കിട്ടും എക്സ് ഇൻറ്റു റൂട്ട് 2 ആണ്. എക്സ് ഇൻറ്റു റൂട്ട് 2 ആണെന്ന് കിട്ടും. അപ്പൊ ഇവിടെ 45 ഡിഗ്രി 90 ഡിഗ്രി ഈ പ്രൊപ്പോർഷനില് ആംഗിൾസ് വരുമ്പോൾ സൈഡുകൾ വരുന്നത് ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്നത് എക്സ്, ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്നത് എക്സ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്നത് എക്സ് റൂട്ട് 2. അപ്പൊ എങ്ങനെയാണ് അതിന്റെ സൈഡുകളുടെ പ്രൊപ്പോർഷൻ വരിക? ഇപ്പൊ ആംഗിൾസിന്റെ പ്രൊപ്പോർഷൻ 45:45:90 ആണെങ്കിൽ സൈഡുകളുടെ പ്രൊപ്പോർഷൻ എക്സ് റൂട്ട് 2. നമ്മൾ എല്ലായ്പ്പോഴും പിന്നെ റേഷ്യോ അതിന്റെ സിമ്പിൾ ഫോമിലാണ് എഴുതാല്. അപ്പൊ ഇവിടെ എന്താ ചെയ്യാ? എല്ലാ ടൈമിനെയും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1:√2 എന്ന് കിട്ടും. പക്ഷെ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ ഈ എക്സ് ഉള്ള പ്രൊപ്പോർഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. 45:45:90 എന്ന് പറഞ്ഞത് എക്സ് റൂട്ട് 2 എന്നുള്ള ആ റേഷ്യോയിൽ നമുക്ക് കിട്ടും. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മളിപ്പോ ഒരു 1-2 പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തരാ വിചാരിക്കുക. ഫൈൻഡ് അതർ സൈഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വിചാരിക്കുക. ഒരു ട്രയാങ്കിൾ, എക്സാമ്പിൾ എ ബി സി എന്നുള്ള ട്രയാങ്കിളില്, എ ബി സി എന്നുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളില് ഇപ്പൊ ബി സി 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ആംഗിൾ 45 ആണ്, ഈ ആംഗിൾ 45 ആണ്, ഇത് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ അതർ സൈഡ്സ് നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക? അപ്പൊ ഇവിടെ സൈഡുകൾ തമ്മിലുള്ള പ്രൊപ്പോർഷൻ, ആംഗിൾസ് തമ്മിലുള്ള പ്രൊപ്പോർഷൻ 45 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി ആണ് അല്ലെ? അപ്പൊ ഈ 45:45:90 വന്നാൽ സൈഡുകളുടെ പ്രൊപ്പോർഷൻ എങ്ങനെയായിരിക്കും? എക്സ് റൂട്ട് 2 എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് ഈ 3 തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെ വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്? 3 എന്ന് പറഞ്ഞത്. എക്സ് 3 ആണെങ്കിൽ ഇവിടുത്തെ എക്സും 3 തന്നെ ആയിരിക്കും. എക്സ് റൂട്ട് 2 എന്ന് പറഞ്ഞത് 3 റൂട്ട് 2 എന്നായിരിക്കും അല്ലെ? അപ്പൊ ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് 3 ആണ്. ഈ എ സി എന്ന് പറഞ്ഞത് 3 റൂട്ട് 2 ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ബാക്കിയുള്ള 2 സൈഡുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഫൈൻഡ് അതർ സൈഡ്സ് എന്നുള്ളതിൽ ഒരു സെയിം പ്രൊപ്പോർഷനിൽ തന്നെ നമ്മൾ കിടക്കാം. എ ബി സി എന്നുള്ള ട്രയാങ്കിളില് ഈ എ എന്നുള്ള ആംഗിൾ 45 ഡിഗ്രി, ബി എന്നുള്ള ആംഗിൾ 90, സി എന്നുള്ള ആംഗിൾ 45 ഡിഗ്രി. അതിൽ എ സിയുടെ ലെങ്ത് 4 ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ എ ബിയുടെ ലെങ്ത്തും ബി സിയുടെ ലെങ്ത് എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക? എ ബിയുടെ ലെങ്ത്തും ബി സിയുടെ ലെങ്ത്തും എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? ഇവിടെ ആംഗിൾസ് തമ്മിലുള്ള പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞത് 45:45:90 ആണ്. അങ്ങനെയാകുമ്പോൾ ഈ സൈഡുകളുടെ പ്രൊപ്പോർഷൻ എന്താണ്? എക്സ് റൂട്ട് 2. അപ്പൊ അതില് ഈ 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് 4 എന്നുള്ളത്. അപ്പൊ ആ 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡിന് 4 എന്ന് കൊടുക്കുക. എന്ന് പറഞ്ഞാല് എക്സ് റൂട്ട് 2ന്റെ വാല്യൂ ആണ് എന്ത്? 4 എന്ന് പറഞ്ഞത്. അപ്പൊ എക്സ് റൂട്ട് 2 ഈക്വൽ ടു 4 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്താ വരിക? 4 ഡിവൈഡഡ് ബൈ റൂട്ട് 2. അപ്പൊ നമ്മള് ഡിനോമിനേറ്ററിൽ റൂട്ട് വരികയാണെങ്കിൽ റാഷണലൈസ് ചെയ്യാലോ അതിനെ. റൂട്ട് 2 വന്നാൽ രണ്ട് ഭാഗത്തും റൂട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ വരിക? 4 റൂട്ട് 2 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 2 ആണ് ആൻസർ. അപ്പോൾ ഈ 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 2 എന്ന് കിട്ടും അല്ലെ? എക്സ് ഈക്വൽ ടു 2 റൂട്ട് 2 എന്നാ വരിക. അപ്പോൾ എന്താ അതർ സൈഡ്സ് വരുന്നത്? എക്സിന്റെ വാല്യൂ 2 റൂട്ട് 2, ഈ എക്സിന്റെ വാല്യൂ 2 റൂട്ട് 2 എന്നായിരിക്കും. അപ്പൊ ഈ 45 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വരുന്ന സൈഡ് എന്ന് പറഞ്ഞത് 2 റൂട്ട് 2 ഉണ്ടായിരിക്കും. അതേപോലെ ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളും 2 റൂട്ട് 2 തന്നെ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ആംഗിൾ ആണ് 30:60:90 എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോ എന്താ പിന്നെ സൈഡുകളുടെ പ്രൊപ്പോർഷൻ വരിക?
ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ആംഗിൾസ് തമ്മിലുള്ള പ്രൊപ്പോർഷൻ 30:60:90 എന്ന പ്രൊപ്പോർഷനിലാണ് വരുന്നത് വിചാരിക്കുക. ഇപ്പൊ ഇവിടെ വരുന്ന ട്രയാംഗിള് ഇത് പ്രൂവ് ചെയ്യാൻ നമുക്കൊരു ഈക്വലാറ്ററൽ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. ഇത് ഈക്വലാറ്ററൽ ട്രയാംഗിൾ എന്ന് പറഞ്ഞത് 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും, 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇപ്പൊ എ ബി സി എന്നുള്ള ഒരു ഈക്വലാറ്ററൽ ട്രയാംഗിൾ പരിഗണിച്ചാൽ എ ബിയുടെ ലെങ്ത്തും ബി സിയുടെ ലെങ്ത്തും എ സിയുടെ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഒരു ട്രയാംഗിളിന്റെ 3 ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആണ്. ഇപ്പൊ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഈ 3 ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ 180 ഡിഗ്രി എന്നുള്ളത് ഈക്വൽ ആയിട്ടുള്ള 3 പാർട്ടാക്കിയ ഓരോ ആംഗിളും എന്താ ഉണ്ടാവുക? 60 ഡിഗ്രി വീതം ഉണ്ടാവുക. അപ്പൊ ഈ 3 ആംഗിൾസും 60 ഡിഗ്രി വീതമായിരിക്കും ഉണ്ടാവുക. ഈക്വലാറ്ററൽ ട്രയാംഗിളിന്റെ 3 ആംഗിൾസ് എന്ന് പറഞ്ഞത് 60 ഡിഗ്രി വീതമാണ് ഉണ്ടാവുക. അപ്പൊ ഇതില് ഈ എ എന്നുള്ള വെർട്ടെക്സിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ ബി സിയിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ് അല്ലെ. ഈ 90യും 60യും കൂടെ ആഡ് ചെയ്താൽ 150 ആയി. അപ്പൊ ഈ ആംഗിൾ എത്ര ഉണ്ടാവുക? 30 ഡിഗ്രി ഉണ്ടാവും. അപ്പൊ ഈ 60 എന്നുള്ള ഈ ആംഗിൾ കറക്റ്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും. ഈ തേർഡ് വെർട്ടെക്സ് എ എന്നുള്ള വെർട്ടെക്സിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ അപ്പൊ ഈ എ ഡി എന്നുള്ള സൈഡ് ഇപ്പൊ ഇവിടുത്തെ ആംഗിൾസ് തമ്മിലുള്ള പ്രൊപ്പോർഷൻ എന്താണ്? 30:60:90. ഇൻ ട്രയാംഗിൾ എ ബി ഡി പരിഗണിക്കുകയാണെങ്കിൽ എ ബി ഡി എന്നുള്ള ട്രയാംഗിളിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? 30:60:90. ഇതൊരു ഈക്വലാറ്ററൽ ട്രയാംഗിൾ ആകുമ്പോൾ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എല്ലാ സൈഡ്സും എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ സൈഡ് എക്സ് ആണ്, ഈ സൈഡ് എക്സ് ആണ്, ഈ ബി സി എന്നുള്ള സൈഡാണ് എക്സ്. അപ്പൊ ബി ഡി എന്നുള്ള സൈഡ് എന്തായിരിക്കും? അതിന്റെ ഹാഫ് ആയിരിക്കും. x/2 എന്നുണ്ടാവും. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ സൈഡ്സ് x/2 പിന്നെ എ ഡിയുടെ സൈഡ് നമുക്ക് അറിയില്ല. അപ്പൊ എ ഡിയുടെ സൈഡ് എങ്ങനെ കാണാൻ പറ്റുക? പൈതഗോറസ് തിയറം ഉപയോഗിക്കുക അല്ലെ. 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന് എന്താ പറയാ? ഹൈപ്പോതെനിസ് എന്ന് പറയും. അപ്പൊ ഈ ഹൈപ്പോതെനിസിന്റെ സ്ക്വയർ ഈക്വൽ ടു സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് അതർ 2 സൈഡ്സ്. അതർ 2 സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ബി ഡി എന്നുള്ളത് x/2ന്റെ സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ. എ ഡിയുടെ സൈഡ് നമുക്ക് അറിയാത്തതുകൊണ്ട് എ ഡി സ്ക്വയർ തന്നെ കൊടുക്കാം. എ ഡി സ്ക്വയർ. അപ്പൊ ഈ ഇതിൽ നിന്ന് എ ഡി സ്ക്വയർ എങ്ങനെ കാണാൻ പറ്റും? എ ഡി സ്ക്വയർ കാണണമെങ്കിൽ x/2 ഹോൾ സ്ക്വയറിനെ നമുക്ക് ലെഫ്റ്റിലേക്ക് എടുക്കണം അല്ലെ. അപ്പൊ എ ഡി സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഭാഗത്തേക്ക് x/2 ഹോൾ സ്ക്വയറിനെ കൊടുക്കണം. x² - x/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. x² - x/2 ദ ഹോൾ സ്ക്വയർ. അപ്പൊ എന്താ അതിന്റെ ആൻസർ വരിക? x² - x/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x² എക്സിന്റെ സ്ക്വയർ x², 2ന്റെ സ്ക്വയർ 4. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4 × x² 4x² - x² ഓൾ ഡിവൈഡ് ബൈ 4 എന്ന് വരിക. കോമൺ ഡിനോമിനേറ്റർ ആക്കി മാറ്റിയല്ലോ. 4x² x² മൈനസ് ചെയ്താൽ 3x² ഡിവൈഡഡ് ബൈ 4. ഇത് എ ഡി സ്ക്വയർ ആണ്. അപ്പൊ ഈ എ ഡി സ്ക്വയറിൽ നിന്ന് എ ഡി നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? എ ഡി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3x² ഡിവൈഡഡ് ബൈ 4. അല്ലാതെ റൂട്ടിന്റെ ഉള്ളിലാണ്. അപ്പൊ ഇതില് റൂട്ട് നമുക്ക് അറിയാത്തത് 3ന്റെ മാത്രമേ ഉള്ളൂ. അപ്പൊ √3 × x²ന്റെ സ്ക്വയർ റൂട്ട് x, 4ന്റെ സ്ക്വയർ റൂട്ട് 2. അപ്പൊ എ ഡിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ വരിക? √3x/2 എന്ന് വരും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ സൈഡുകളുടെ പ്രൊപ്പോർഷൻ എങ്ങനെയാ വരുന്നത്? 30:60:90 എന്ന് പറഞ്ഞത് 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് വരുന്നത് x/2, 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡാണ് എ ഡി എന്ന് പറഞ്ഞത്. ആ എ ഡിയുടെ ലെങ്ത് ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താ? √3x/2. അതേപോലെ 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് എക്സ്. അപ്പൊ ഇതില് ഫ്രാക്ഷണൽ ഫോം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് ബൈ 2 എന്ന് എടുക്കാം. എല്ലാ ടേമിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താ വരിക? ഇവിടെ x/2 × 2 എന്ന് പറയുമ്പോൾ ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന 2ഉം താഴെ 2ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ x എന്നായിരിക്കും. അതേപോലെ √3x/2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന 2ഉം താഴെ 2ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ √3x. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2x ഉണ്ടാവും അല്ലെ. അപ്പൊ അതിന്റെ നമ്മൾ ഈ കോമൺ ആയിട്ടുള്ള എക്സ് കണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഡിവൈഡഡ് ബൈ എക്സ് എടുക്കുകയാണെങ്കിൽ 1:√3:2 എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 30:60:90 എന്നുള്ള ആ പ്രൊപ്പോർഷൻ എങ്ങനെ വരിക?
30:60:90 എന്നുള്ളത് x:√3x:2x അല്ലെങ്കിൽ 1:√3:2. ഇതാണ് 30:60:90 എന്നുള്ള രീതിയിൽ ആംഗിൾസ് വന്നാൽ സൈഡുകളുടെ പ്രൊപ്പോർഷൻ. അപ്പോൾ 30:60:90 എന്നുള്ളത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ ഏതാ ഉപയോഗിക്കുക? x:√3x:2x. ആ പ്രൊപ്പോർഷനിലായിരിക്കും സൈഡുകൾ വരിക. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ ഫൈൻഡ് അതർ സൈഡ്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കാം നമുക്ക്. അപ്പൊ ഇതില് ഈ ആംഗിള് 90 ഡിഗ്രി, ഈ ആംഗിള് 30, ഈ ആംഗിള് 60 ഇങ്ങനെ ഒന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സൈഡ് നമുക്കറിയാം 3. അങ്ങനെയാണെങ്കിൽ അതർ 2 സൈഡ്സ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക? അതർ 2 സൈഡ്സ് ഇപ്പൊ ഇവിടെ ചെയ്താൽ നമുക്ക് ഇവിടുത്തെ ആംഗിൾസ് എന്ന് പറഞ്ഞത് 30:60:90 എന്നാണ് അല്ലെ. അപ്പൊ ഇതില് 30:60:90 എന്നുള്ള ആംഗിൾസ് പ്രൊപ്പോർഷണൽ ആയിട്ട് വന്നാൽ സൈഡുകളുടെ പ്രൊപ്പോർഷൻ എന്തായിരിക്കും? 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എക്സ് ആയിരിക്കും, 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് √3x ആയിരിക്കും, 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 2x എന്നായിരിക്കും. അപ്പൊ ഇതിൽ നമുക്കറിയാം ഈ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് ഇവിടെ 3 തന്നിട്ടുള്ളത്. അപ്പൊ എക്സിന്റെ വാല്യൂ ആണ് എന്താ? 3 എന്ന് പറയുന്നത്. അപ്പോൾ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്തായിരിക്കും? √3 × 3 എന്ന് പറഞ്ഞാൽ 3√3. ഇവിടെ എന്തായിരിക്കും വരിക? 2 × x. എക്സ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 2 × x എന്ന് പറഞ്ഞാൽ 2 × 3 എന്നുള്ളത് 6 എന്നായി മാറും അല്ലെ. അപ്പൊ ഈ സൈഡുകൾ എന്തൊക്കെയാ കിട്ടല്? 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 3√3, അതേപോലെ 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത് 2 എന്നായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? ഇനി വേറൊരു എക്സാമ്പിൾ, ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. ഫൈൻഡ് അതർ സൈഡ്സ് എന്ന് പറഞ്ഞ കൊടുത്തിട്ടുള്ള ഫൈൻഡ് അതർ സൈഡ്സ് എന്ന് പറഞ്ഞ കൊടുത്തുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട് ഇങ്ങനെ വരുന്നത്. അതിൽ ഈ ആംഗിള് 105 ആണ്. 105, ഈ ആംഗിള് 45, ഈ ആംഗിൾ വന്നിട്ടുള്ളത് 30. ഈ ട്രയാങ്കിളില് തന്നിട്ടുണ്ടായിരുന്നത് എന്താണ്? ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വന്നാല് അതിന്റെ ആംഗിൾസ് തന്നാല് സൈഡുകളുടെ പ്രൊപ്പോർഷൻ എന്തായിരിക്കും എന്നുള്ളതായിരുന്നു. നമുക്ക് അതർ സൈഡ്സ് എങ്ങനെ കാണാൻ പറ്റുക എന്നുള്ളത്. ഇപ്പൊ ഈ രീതിയിൽ ആംഗിൾസ് വന്നാൽ എങ്ങനെ സൈഡ്സ് കാണാൻ പറ്റുക? ഇതേപോലെ മുകളിൽ നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചാല്, ഒരു പെർപെൻഡിക്കുലർ താഴേക്ക് വരച്ചാൽ ഇവിടുത്തെ ആംഗിൾ എന്തായാലും പെർപെൻഡിക്കുലർ ആകുമ്പോൾ 90 ഡിഗ്രി എന്നാവുമല്ലോ. അപ്പോൾ ഈ 90യും 45 കൂടെ ആഡ് ചെയ്താൽ 135 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്ര ഉണ്ടാവുക? 45 തന്നെ ഉണ്ടായിരിക്കും 180ലേക്ക് എത്താൻ അല്ലേ. അപ്പൊ ഈ ആംഗിൾ 45 ആണെങ്കിൽ 105 എത്തണമെങ്കിൽ ഈ ആംഗിൾ എത്ര ഉണ്ടാവുക? 60 ഡിഗ്രി ആയിരിക്കും. 60യും 45 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 60 + 45 ആണ് എന്ത്? 105 എന്ന് പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇപ്പൊ ABC എന്നുള്ള ഇത് ഒന്നിച്ചുള്ള ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു പെർപെൻഡിക്കുലർ AD വരച്ചാല് ഈ AD എന്നുള്ളത് എന്തായി? നമ്മൾ മുമ്പ് പഠിച്ച രണ്ട് റേഷ്യോയിൽ വരുന്ന ട്രയാങ്കിൾ ആയിട്ട് കൺവേർട്ട് ചെയ്തു അല്ലെ. അപ്പൊ അതിൽ ഒന്നാമത്തെ ട്രയാങ്കിൾ ഏതാണ്? 45:, ഇൻ ട്രയാങ്കിൾ ABD പരിഗണിച്ചാൽ എന്താ വരിക? 45:45:90 എന്നുള്ള പ്രൊപ്പോർഷനിലാണ് വരിക അല്ലെ. അപ്പൊ അതിന്റെ ഒരു സൈഡ് നമ്മൾ ഈ ഒരു സൈഡ് എക്സ് ആയിട്ട് എടുത്താല് ഈ 45ന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡും എന്ത് തന്നെ ആയിരിക്കും? എക്സ് തന്നെ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പൊ ഈ AD എന്ന് പറഞ്ഞത് ലെറ്റ് AD = എക്സ് എന്നെടുത്ത് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ കോമൺ സൈഡ് ആണല്ലോ ഇത് AD എന്ന് പറഞ്ഞത്. ഈ രണ്ട് ട്രയാങ്കിളും ഉള്ളതാണ് AD എന്ന് പറഞ്ഞത്. ആ AD എന്ന് പറഞ്ഞത് എക്സ് ആയിട്ട് എടുത്താല് അപ്പൊ ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്ന സൈഡാണ് എക്സ്. അപ്പൊ ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് എന്തായിരിക്കും? എക്സ് ആയിരിക്കും അല്ലെ. അപ്പൊ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്ന സൈഡ് എക്സ്, ഈ 45ന് എക്സ്. അപ്പൊ ഇവിടെ എന്താ വരിക? പ്രൊപ്പോർഷൻ എന്തായിരുന്നു? x:√2x അല്ലെ, അല്ലെങ്കിൽ x√2. അപ്പൊ ഈ സൈഡ് എന്ന് പറഞ്ഞത് x√2 ആയിരിക്കും ഉണ്ടാവുക. 90ക്ക് ഓപ്പോസിറ്റ്. ഇപ്പോൾ നമ്മൾ എടുത്തത് 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എക്സ് എന്ന് എടുത്തു. ഇപ്പൊ രണ്ടാമത്തെ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡും എക്സ് ആണ്,
90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എക്സ് റൂട്ട് 2 എന്നാണ്. ഇനി അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻ ട്രയാങ്കിൾ എ ഡി സി കൺസിഡർ ചെയ്താൽ ആംഗിൾസ് എങ്ങനെ വരുന്നത്? ചെറിയ ആംഗിൾ ആണ് ആദ്യം പറയാം. 30:60:90 ആ ഒരു പ്രൊപ്പോർഷനാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഈ എക്സ് എന്ന് പറഞ്ഞത് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ്. അപ്പൊ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എക്സ് ആയിട്ട് ഇതോടെ 30:60:90 എന്ന് വരുമ്പോ എന്താ വരിക? x√3x(2x) അതില് 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് എക്സ് എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്താ വരിക? 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് √3x ഉണ്ടാവും. 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 2x എന്ന് വരും. ക്ലിയർ ആണല്ലോ? Therefore in triangle ABC പരിഗണിക്കുമ്പോൾ എങ്ങനെ വരിക? ABC പരിഗണിക്കുമ്പോൾ ആംഗിൾസ് എന്താ വരുന്നത്? 30:45:105 അല്ലെ. 30:45:105 ഇങ്ങനെ വരുന്നത്. അപ്പൊ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് x√2, 45ന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് 2x, അതേപോലെ 105ന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് x+√3x. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? x√2:2x ഇതിന് x കോമൺ ആയിട്ട് എടുത്താല് x ഇൻറ്റു എങ്ങനെ വരും? x കോമൺ ആയിട്ട് എടുത്താല് പിന്നെ x കംപ്ലീറ്റ് ഔട്ട് സൈഡിൽ വന്നാൽ 1+√3. അതില് ഈ x കൊണ്ട് എല്ലാ ടേമിനും ഡിവൈഡ് ചെയ്താൽ സൈഡുകളുടെ പ്രൊപ്പോർഷൻ എന്താ വരിക? √2:2:1+√3 എന്നായിരിക്കും സൈഡുകളുടെ പ്രൊപ്പോർഷൻ ഉണ്ടാവുക. അതേപോലെ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഗിവൺ ബിലോ എന്നൊരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇത് ഞാൻ വായിക്കുന്നുണ്ട്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഗിവൺ ബിലോ. അതിലൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ട് അതിന്റെ ബേസ് 4 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ബേസ് 4, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ബേസ് 4 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് നമുക്ക് കാണാൻ പറ്റുക? ആംഗിൾസ്, ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾസ് എങ്ങനെയാണ്? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ ആംഗിളും 60 ഡിഗ്രി വീതമായിരിക്കും അല്ലെ. ആ 60 ഡിഗ്രി വീതമുള്ള ആംഗിൾ ഇപ്പൊ ABC എന്ന് പേര് കൊടുത്താല് ABC എന്നുള്ള A എന്നുള്ള ആംഗിളും B എന്നുള്ള ആംഗിളും C എന്നുള്ള ആംഗിളും 60 ഡിഗ്രി ഈക്വൽ ആയിരിക്കും. അപ്പൊ എയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ നമ്മൾ നേരെ താഴേക്ക് വരച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഈ BCനെ അത് ബൈസെക്ട് ചെയ്യും. അപ്പൊ ഈ സൈഡ് 2 ആണ്, ഈ സൈഡ് 2 ആണ് അല്ലെ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ആംഗിൾസുകളുടെ പ്രൊപ്പോർഷൻ എന്തായിരിക്കും വരിക? ഇവിടെ 30 ആയിരിക്കും, ഇവിടെ 60 ആയിരിക്കും, ഇത് 90 എന്നുണ്ടാവും അല്ലെ. അപ്പൊ ആംഗിൾസിന്റെ പ്രൊപ്പോർഷൻ ആണത് 30:60:90. അതിനെ 30:60:90 എന്നൊരു ആംഗിൾസ് വന്നാൽ സൈഡുകളുടെ പ്രൊപ്പോർഷൻ എങ്ങനെയാണ്? x√3x(2x). അപ്പൊ അതില് ഈ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്തായിരിക്കും? 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 2 എന്നായിരിക്കും ഉണ്ടാവുക അല്ലെ. കാരണം ഇതിനെ ബൈസെക്ട് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ ഈ BDയുടെ ലെങ്ത് BCയുടെ ലെങ്ത് 4 ആയതുകൊണ്ട് BDയുടെ ലെങ്ത് എന്ന് പറഞ്ഞത് 2 ആണ് ഉണ്ടാവുക. ആ 2 എന്ന് പറഞ്ഞത് എന്താണ്? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്ന സൈഡാണ്. അപ്പൊ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്ന സൈഡാണ് x. അപ്പൊ എക്സിന്റെ വാല്യൂ 2 ആണ്. അപ്പൊ √3x എന്ന് പറയുമ്പോൾ എന്താ വരിക? 2 × √3, 2x എന്നുള്ളത് 4 എന്നായിരിക്കും. അപ്പൊ സൈഡുകളുടെ പ്രൊപ്പോർഷൻ എത്രയാണ് കിട്ടുക? അതില് സൈഡുകളുടെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞത് 2:2√3:4. അപ്പൊ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്താണ്? 2√3 ആണ്. ഇതിന്റെ സൈഡ് എന്ന് പറഞ്ഞത് 2√3 ആണ്. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കാണാം? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഏരിയ എങ്ങനെ കാണാൻ പറ്റുക? ഇതിൽ നിന്ന് ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് 4 ആണ് അല്ലെ. ഹൈറ്റ് ഇപ്പൊ കിട്ടിയത് ADയുടെ ലെങ്ത് 2√, അതിൽ ഈ 2 ഉം 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? 4√3 എന്ന് കിട്ടും അല്ലെ. 4√3. ഇവിടെ എത്രയാണോ സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 4 സെന്റിമീറ്റർ ആണ്. 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും.
അപ്പൊ ഇത്രയാണ് ആംഗിൾസ് തമ്മിലുള്ള റിലേഷൻ വരുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്? ആംഗിൾസിന്റെ റിലേഷൻ എന്ന് പറഞ്ഞത് 45:90 വന്നാല് സൈഡുകൾ നമ്മൾ കൺസിഡർ ചെയ്യല് x:x:x√2. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതേപോലെ പിന്നെ വരുന്നത് ഏതാണ്? 30:60:90 എന്ന പ്രൊപ്പോർഷണൽ ആംഗിൾസ് വരികയാണെങ്കിൽ സൈഡുകൾ നമ്മൾ കൺസിഡർ ചെയ്യല് x:√3x:2x. അപ്പൊ ഇതിൽ ഈ √3 √2ന്റെ ഒക്കെ വാല്യൂ റെഗുലർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രണ്ട് വാല്യൂസ് ഒന്ന് ബൈഹാർട്ട് പഠിക്കുന്നത് നല്ലതാണ്. √2 എന്ന് പറഞ്ഞത് എന്താണ്? 1.41. രണ്ട് ഡെസിമൽ പ്ലേസിനെ കറക്റ്റ് ചെയ്ത് പഠിച്ചാൽ മതി. √2 എന്ന് പറഞ്ഞത് 1.41 √3 എന്ന് പറയുന്നത് 1.73. ഈ രണ്ട് വാല്യൂസ് ഇത് രണ്ടും ബൈഹാർട്ട് പഠിച്ചേക്കുന്നല്ല. √2 എന്ന് പറഞ്ഞത് 1.41, √3 എന്ന് പറഞ്ഞത് 1.73. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഇതിൽ യൂസ് വരുന്നതാണ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോതെനിസ് എന്ന് പറഞ്ഞത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ്, അതിന്റെ സ്ക്വയർ എന്തിന് ഈക്വൽ ആണ്? മറ്റു രണ്ട് സൈഡുകളുടെ സ്ക്വയറുകളുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അതിനാണ് ഒന്നാമത്തെ സെക്ഷൻ ഉള്ളത്. ഇനി എന്താണ് ഈ ഡിഗ്രി മെഷർ എന്ന് പറഞ്ഞാല്? ഡിഗ്രി മെഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിളിനെ നമ്മൾ ഈക്വൽ ആയിട്ടുള്ള 360 പാർട്ടുകളാക്കുകയാണെങ്കിൽ 360 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ ടോട്ടൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 360 പാർട്ടുകളായിരിക്കും. അതിൽ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ ഈ ആംഗിൾ മെഷർ ചെയ്യാനുള്ള വേറൊരു യൂണിറ്റ് ആണ് റേഡിയൻ മെഷർ എന്ന് പറയുന്നത്. റേഡിയൻ മെഷർ ഇതേപോലെ തന്നെയാണ്. ഒരു യൂണിറ്റ് സർക്കിൾ പരിഗണിച്ചിട്ട്, അപ്പൊ യൂണിറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ റേഡിയസ് എത്രയായിരിക്കും? ഒരു യൂണിറ്റ് ആയിരിക്കും. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്ററോ 1 മീറ്ററോ 1 കിലോമീറ്ററോ എന്താണെങ്കിലും ഒരു യൂണിറ്റ്. ആ സെയിം എന്താണ്? ഒരു യൂണിറ്റ് തന്നെ ഇതിന്റെ ആർക്ക് പരിഗണിച്ചാൽ ഉണ്ടാവുന്ന ഇവിടുത്തെ ആംഗിളിനെയാണ് എന്ത് പറയാ? ഒരു റേഡിയൻ എന്ന് പറയാം. ഒരു റേഡിയൻ മെഷറിൽ പറയാം. ഇത് ഡിഗ്രി മെഷറിൽ, ഇത് റേഡിയൻ മെഷറിൽ. ഒരു റേഡിയൻ മെഷർ എന്ന് പറഞ്ഞത്. ഇനി അതിന്റെ അടുത്തത്, അപ്പോ പേജ് നമ്പർ 103 വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പേജ് നമ്പർ 103 വരുന്ന ക്വസ്റ്റ്യൻ നമ്പർ 1 ഉണ്ട്. ഏതാണ്? ഇൻ ദ ട്രയാങ്കിൾ ഷോൺ വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് വെർട്ടെക്സ് ടു ദ ബോട്ടം സൈഡ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ? ഇതാണ് ക്വസ്റ്റ്യൻ. പേജ് നമ്പർ 103. പേജ് നമ്പർ 103 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ ഈ ആംഗിൾ 120 ആണെന്ന് അറിയാം. ഈ സൈഡ് 4 സെന്റിമീറ്റർ ആണ്, ഈ സൈഡ് 4 സെന്റിമീറ്റർ ആണ്. രണ്ട് സൈഡും തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ട്. നമുക്ക് എന്താ കണ്ടത്? വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് വെർട്ടെക്സ് ടു ദ ബോട്ടം. അപ്പൊ ഇതിന് പേര് കൊടുക്കുകയാണെങ്കിൽ ABC എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഈ ടോപ്പ് വെർട്ടെക്സിൽ നിന്ന് ബോട്ടത്തിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ് നമുക്ക് കാണേണ്ടത്. ഈ ഡിസ്റ്റൻസ് കാണണം. അതേപോലെ എന്താണ്? ബോട്ടം സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് കാണണം. പിന്നെ ഏരിയയും കണ്ടെത്തണം അല്ലെ? അപ്പൊ ഇവിടെ ഈ ആംഗിള് പിന്നെ എന്താണ്? 120 ഡിഗ്രി ആണ്. അപ്പൊ ഇതിനെ ബൈസെക്ട് ചെയ്താൽ ഈ ആംഗിൾ എത്ര ഉണ്ടാവുക? ഈ രണ്ട് ഇവിടെ തന്ന ഈ സൈഡ് ഉണ്ടല്ലോ 4 സെന്റിമീറ്റർ. അപ്പൊ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും ഉണ്ടാവും അല്ലെ? ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. ഇവിടെ 120 ഉണ്ട് ആംഗിള്. അപ്പൊ ഈ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ആംഗിൾസ് ഈക്വൽ ആവുമ്പോ ബാക്കി വരുന്നത് ഇവിടെ എത്രയാണ്? 180 ഡിഗ്രിയില് 60 ഡിഗ്രിയാ വരിക. ആ 60 ഡിഗ്രിയില് 30 ഡിഗ്രി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇവിടെ എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക അല്ലെ? അപ്പൊ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോ ഇത് ഈക്വൽ ആയിട്ടുള്ള രണ്ട് പാർട്ടായിട്ട് മാറും. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ആംഗിൾസ് എന്താ വരിക? ഇവിടെ 30, ഇവിടെ 90, ഇത് 60 എന്നായിരിക്കും. ഇതും എന്താണ്? 30, 90, 60 എന്നുള്ള പ്രൊപ്പോർഷനിലാണ് വരിക.
ക്ലിയർ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണ്. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് 30:60:90 എന്നുള്ള പ്രൊപ്പോർഷനിൽ വരികയാണെങ്കിൽ സൈഡുകൾ എങ്ങനെ വരിക? x3√3x അല്ലെങ്കിൽ 3 × √x 2x അല്ലെങ്കിൽ x√3 3 × സോറി ഇതൊരു മാറിപ്പോയി √3x 2x അങ്ങനെയല്ല പ്രൊപ്പോർഷൻ വരിക. 30:60:90 എന്ന് പറഞ്ഞത് x √3x 2x. ക്ലിയർ ആണല്ലോ? 45 ആണെങ്കിൽ x √2 എന്ന് വരും അല്ലെ? ക്ലിയർ ആണല്ലോ? x × √2. 30:60:90 ആണെങ്കിൽ x √3x 2x. അപ്പൊ ഇതിൽ ഏതാണെന്ന് നമുക്കറിയാം. ഈ 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് 4 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. അപ്പൊ 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 4 ആണ്, ഇത് 4 ആണ്, ഇങ്ങനെ അറിയാം അല്ലെ? അപ്പൊ 2x = 4 ആണെങ്കിൽ x = എന്താണ്? 4/2. 4/2 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ x 2 ആകുമ്പോ ഇവിടെ 2 ആയിരിക്കും, ഇത് 2 √3 എന്നായിരിക്കും. ശരിയല്ലേ? അപ്പൊ ഈ ADയുടെ ലെങ്ത് എന്താണ്? ADയുടെ ലെങ്ത് എന്ന് പറഞ്ഞത് ഇത് ഈ ലെങ്ത് ആണ്. ഈ ADയുടെ ലെങ്ത് എന്ന് പറഞ്ഞത് 2 √3 നമുക്ക് കിട്ടും അല്ലെ? സൈഡ്സുകൾ ഫൈൻഡ് ദ അതർ സൈഡ്സ് എന്നുള്ളത് 3:2 ഏതായിരുന്നു ക്വസ്റ്റ്യൻ? ഏതായിരുന്നു? 2 √3 എന്നുള്ള പ്രൊപ്പോർഷനിലേക്ക് അത് മാറും. ഇനി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡാണ്. അപ്പൊ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്ന സൈഡ് എത്രയാണ്? 2 ആണ് അല്ലെ? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് 2 ആണുള്ളത്. അതേപോലെ ഈ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്ന സൈഡ് ഏതാണ്? 2 √3. ഇവിടെ എന്തെന്നെ ഉണ്ടാവുക? 2 √3 അല്ലെ? അപ്പൊ ഇനി ഏരിയ എങ്ങനെ കാണാൻ പറ്റും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടി നമുക്ക് അറിയാലോ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് വെർട്ടെക്സ് ടു ദ ബോട്ടം സൈഡ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ എന്ന് കിട്ടും. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് 2 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇനി എന്താ അടുത്തത് വേണ്ടത്? രണ്ടാമത്തത് ഏരിയ കാണണം. ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? ട്രയാങ്കിളിന്റെ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ഹാഫ് ഇൻറ്റു ബേസ് എന്താണ്? 2 √3 പ്ലസ് 2 √3 അല്ലെ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താലല്ലേ ബേസ് ആവുക. ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് പ്ലസ് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ തേർഡ് വെർട്ടെക്സ്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 2 ആണെന്ന്. അപ്പൊ ഈ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 കൂടെ ക്യാൻസൽ ചെയ്താൽ പിന്നെ എന്താ വരിക? 2 √3 പ്ലസ് 2 √3 എന്ന് പറഞ്ഞാല് 4 √3 സെന്റിമീറ്റർ സ്ക്വയർ എന്നായിരിക്കും അതിന്റെ ആൻസർ വരിക. ഇതാണ് പേജ് നമ്പർ 103 ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.